അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ബിജെപി. ലോക്സഭയിൽ ബിജെപി അംഗം നിഷികാന്ത് ദുബെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു. सीपीएम हत्या और गुंडागर्दी की राजनीति कर रही है। मेरा आपके माध्यम से केंद्र सरकार से आग्रह है कि हमारे अभी जो त्रिपुरा में हार होने के बाद सीपीएम को जो दिखाई दे रहा है कि हम केरल में सरकार बनाएंगे, उसके कारण हमारे वरिष्ठ नेता पर इस तरह का मारने हत्या की साजिश हो रही है। एक जुडिशियल कमीशन बनाया जाए। 47 से लेकर 2009 तक क्यों आरएसएस के और भारतीय जनता पार्टी के कार्यकर्ता मारे जा रहे हैं और वहां के मुख्यमंत्री को इमीडिएट बर्खास्त करके वहां राष्ट्रपति शासन लगाया है। കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, അതിശക്തമായ തോതിലാണോ ലോക്സഭയിലും ഇരുസഭകളിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത്? ബിജെപിയുടെ ഔദ്യോഗികമായ ആവശ്യമായിട്ടാണോ കേരളത്തിലെ സർക്കാരിനെ പുറത്തേക്ക് ഇറക്കണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്? സനീഷ്, കഴിഞ്ഞ ദിവസം ബിജെപി വക്താവ് പറഞ്ഞിരുന്നത് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരുമെന്നായിരുന്നു. ഇന്നിപ്പോൾ ബിജെപി എം പി നിഷികാന്ത് ദുബെയാണ് ലോക്സഭയിൽ ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്നും മുഖ്യമന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാഗിരിയാണ് നടക്കുന്നത്. ഗുണ്ടാ ആക്രമണമാണ് സിപിഎം ബിജെപി നേതാക്കൾക്കെതിരെ അഴിച്ചുവിടുന്നത്. മുരളീധരന്റെ വീടിനെതിരായ ബോംബേറ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ബിജെപി പ്രവർത്തകരുടെ അടക്കം കൊലപാതകങ്ങളെ പറ്റി അന്വേഷണം നടത്തണം. മാത്രമല്ല, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ത്രിപുരയിൽ ബിജെപി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബിജെപി RSS പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്നാണ് നിഷികാന്ത് ദുബെയുടെ ആരോപണം. ഏതായാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം കേരളത്തിലെന്ന ആവശ്യം ഇതാദ്യമായാണ് ബിജെപി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ബിജെപിയുടെ ഔദ്യോഗിക നിലപാടാണോ അല്ല അംഗത്തിന്റെ മാത്രം അഭിപ്രായമാണോ എന്ന് ഇനി ബിജെപി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്.